വിശ്വാസം നീ ഒന്നുമല്ലടാ. എന്തൊരു മനുഷ്യനാടാ നീ. നീ രണ്ടും ഗതി പിടിക്കത്തില്ല, നരകിച്ചു പോകത്തേ ഉള്ളൂ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോല് എല്ലാ സത്യങ്ങളും നമ്മുടെ ദുർഗാമ്മയും ഉണ്ണിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ അവരാണെങ്കിൽ ഭയങ്കരമായിട്ട് തിളച്ചു മറിഞ്ഞ് ഇങ്ങനെ നിൽക്കും. ഇത്രയും നാളും തങ്ങളുടെ മുന്നിൽ കിടന്ന് അഭിനയിക്കുവാർന്നില്ലേ. സ്വന്തം ഭർത്താവിനെയും അച്ഛനെയും കൊന്നിട്ട് ഇങ്ങനെ കിടന്ന് അഭിനയിച്ചു കൂട്ടുവാർന്നില്ല. അതിന്റെ കലിപ്പ് മൊത്തം നമ്മുടെ ദുർഗയ്ക്കും ഉണ്ണിക്കും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കോടതിയാണെങ്കിൽ ഇവരുടെ ജാമ്യം തള്ളി. പ്രതാപനും വാമദേവനും നേരെ ജയിലിലോട്ടാട്ടോ പോകുന്നേ. അപ്പൊ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മുടെ ദുർഗാമ്മ ചെന്ന് നമ്മുടെ വാമദേവനിട്ട് രണ്ട് പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എടാ ദുഷ്ട, നീയാണല്ലോ എന്റെ വിശ്വട്ടിനെ കൊന്ന് കൊല വിളിച്ചത്. നിങ്ങൾ രണ്ടും ഒരിക്കലും നന്നാവില്ലടാ, മുടിഞ്ഞു പോകടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദുർഗാമ്മ നമ്മുടെ വാമദേവന്റെ കഴുത്തിനൊക്കെ കയറി പിടിച്ച് ഭയങ്കര സീനാക്കുന്നുണ്ടേ. അപ്പൊ ഇത് നമ്മുടെ കണ്ണനൊക്കെ കണ്ടു നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ പ്രതാപനാണെങ്കിലും ഭയങ്കര അടികിട്ടിയ പോലെ നിൽക്കുക. ലാസ്റ്റ് നമ്മുടെ ദുർഗാമ്മ ചെന്നിട്ട് നമ്മുടെ കരുണയുടെ മുത്തശ്ശിനോട്, അതായത് പ്രതാപന്റെ അമ്മയുടെ അടുത്തും പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ ചെയ്തു കൂട്ടി ഈ പ്രവർത്തിക്കൊക്കെ നിങ്ങളും കൂട്ടു നിന്നില്ല തള്ളേ. നിങ്ങൾ ഒരിക്കലും എന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. ശപിക്കപ്പെട്ടൊരു ജന്മമാണ് നിങ്ങളുടേത്, നിങ്ങളും നിങ്ങളുടെ മകന്റേതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദുർഗാമ്മ ഭയങ്കരമായിട്ട് നമ്മുടെ മുത്തശ്ശീനെയും ചീത്ത പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും കരുണേനെ ആ പടി കയറ്റിടന്ന് 100% ഉറപ്പായി അല്ലെ കൂട്ടുകാരെ. അങ്ങനത്തെ തളച്ചു മറിയുന്ന ഒരു എപ്പിസോഡ് തന്നെയാട്ടോ നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുന്നത്. കാത്തിരിക്കാട്ടോ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.